ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു? അതിൽ അവർ ചെയ്ത തെറ്റെന്താണ്? വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ മെഡിക്കൽ നെഗ്ലിജൻസ്, ഒരു ഡോക്ടർ വരുത്തിയ വീഴ്ച, അതിൽ നടപടിയെടുത്തു. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷവും മാപ്രകളും അതുകൊണ്ട് സംതൃപ്തരായില്ല. അവർക്ക് വീണ ജോർജ് എന്ന മുൻ മാധ്യമ പ്രവർത്തകയുടെ ചോര തന്നെ വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ നടത്തിയത് മന്ത്രിയാണ്, അല്ലെങ്കിൽ ആ മൊസ്കിറ്റോ എന്ന് പറയുന്ന ചെറിയ ഉപകരണം അകത്ത് വെച്ചത് മന്ത്രിയാണെന്നുള്ള നിലയ്ക്കാണ് ഈ അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ വീട്ടിൽ റീത്ത് വെച്ചത്. ആ റീത്ത് വെച്ചത് ജീവിച്ചിരിക്കുന്ന ഒരു വനിതാ മന്ത്രി, ആ വനിതാ മന്ത്രി ജീവിച്ചിരിക്കാൻ യോഗ്യയല്ല എന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഏത് ഗണത്തിൽ ഇവർ പെടുത്തി? ഒരു വനിതാ മന്ത്രിയാണെന്നുള്ള പരിഗണന കൊടുക്കാതെയാണ്, അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും അവർ മന്ത്രിയായിരിക്കുമ്പോൾ സംഭവിച്ച ഒരു നെഗ്ലിജൻസും അല്ല ഇത്. എന്നിട്ടും അവരെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പിന്നാലെ ഹെയ്റ്റ് ക്യാമ്പയിനുമായിട്ട് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ആ മാധ്യമ പ്രവർത്തകരുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തി ഉടയ്ക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പൂള് ഞങ്ങൾക്ക് കൂടി കിട്ടട്ടെ എന്നുള്ള നിലയ്ക്ക് അവർ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കുന്ന ഓരോ സംഭവവികാസങ്ങൾക്കും കോൺഗ്രസ്സുകാർ കഥാപാത്രമാകുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ സംഭവം റീത്തിന് ശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി എത്തുമ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, ഒരു കോൺഗ്രസ് മാധ്യമ പ്രവർത്തകന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലിട്ട ചില ദൃശ്യങ്ങളാണ് നിങ്ങളെ കാട്ടുന്നത്. അവിടെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ്. മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സന്ദർഭത്തിൽ ഒരു ക്യാമറ അവിടെ ഓണായിട്ടുണ്ട്. ആ KSU ഗുണ്ടയുടെ പിന്നാലെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ ക്യാമറ പിന്നീട് എങ്ങോട്ടൊക്കെ മന്ത്രിയെ കേന്ദ്രീകരിച്ച് ചുറ്റുന്നതെല്ലാം നിങ്ങൾ നോക്കിയേ. കേരളത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇമാതിരി പണിയെടുക്കുന്ന ചിലരുണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ്. അത് എന്തിൻ്റെ പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് മാധ്യമപ്രവർത്തകരോടൊപ്പം ചേർന്ന് അവർക്ക് താല്പര്യമുള്ള ചിലരെയും കൂടി വിളിച്ചു വരുത്തി PR ടീമിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമറ ഫോട്ടോഷൂട്ടാണ് അരങ്ങേറിയിരിക്കുന്നത്. ഇതേ നോക്കിയേ. ഒന്നുകൂടെ വരാൻ പറയും. ഈ സംഭവം കഴിയുമ്പോൾ പോലീസുകാരോടൊപ്പം പറയുന്നുണ്ട്. കാര്യം, ഒരാൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പിറത്ത് നിൽക്കുന്ന ഉന്തലും തള്ളലും അതിലെന്ത് പരിക്കേറ്റു എന്ന് ആ ആത്മരോഷത്തിൽ അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഉന്തലും തള്ളലിനിടയിൽ അവരുടെ കഴുത്തിൽ മർദ്ദനമേറ്റു. അത് പിന്നീട് അവർ മുന്നോട്ടേക്ക് നടന്നു പോകുമ്പോഴാണ് വഴി തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരോട് പോലും നിങ്ങൾ വഴി മാറിക്കൊടുക്കുക, അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന രീതിയിൽ അവർ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? വഴി നടക്കാൻ അനുവദിക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ മന്ത്രിയെ നേരിട്ട് കയറി ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഈ ഫോട്ടോഷൂട്ട് നാടകം നടത്തുകയാണ്. ആ ഫോട്ടോഷൂട്ട് നാടകം നടത്തിയതിനോടൊപ്പം തന്നെ മന്ത്രി ഈ മാധ്യമ പ്രവർത്തകരെടുത്ത് പറയുന്ന ഒരു വാചകമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് മനസ്സിലായി ഇവിടെ അവന്മാരുണ്ടെന്ന്. അത് നിങ്ങളോട് പറഞ്ഞ ഷോ ആണല്ലോ അവർ നടത്തുന്നത്. ഇവിടെ ക്യാമറ കണ്ടപ്പോഴേ വിചാരിച്ചു അവരുണ്ടെന്ന്. ദയവായിട്ടൊന്ന് പോകാൻ വേണ്ടി നടക്കാൻ പ്ലീസ് ഒന്ന് നിങ്ങൾ മാനേജ് ഒന്നും പറയുന്നത് പ്ലീസ്. പ്ലീസ് പ്രകോപിക്കല്ലേ, പ്ലീസ് പ്രകോപിക്കല്ലേ, പ്ലീസ്.
പ്രകോപിപ്പിക്കില്ല പ്ലീസ് ഒന്ന് പ്ലീസ് നമ്മളെ പറയും. കേട്ടല്ലോ, നിങ്ങളിവിടെ മുൻകൂട്ടി വന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇവിടെ ചിലർ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഗുണ്ടകളും ക്രിമിനലുകളും ആക്രമിക്കുന്നു എന്ന് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം കരിങ്കൊടിയുടെ മറവിൽ വന്ന് കയ്യേറ്റം ചെയ്തു കഴിഞ്ഞാൽ ആരും സംശയിക്കില്ലല്ലോ. ആ നിലയ്ക്ക് പോലീസുകാർ പിടിച്ചു മാറ്റിയപ്പോൾ അവരുടെ ദേഹത്ത് അതിന് പോലീസുകാരുടെ കൈയാണോ ഈ ക്രിമിനലുകളുടെ കൈയാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും കഴുത്തിൽ പരിക്കേറ്റു. അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് കഴുത്തിൽ ചതവുണ്ട്. ആ ചതവിൻ്റെ അടിസ്ഥാനത്തിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. ആ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് മന്ത്രി വരുന്നിടത്തേക്ക് പോലീസുകാരുണ്ടായിരുന്നിട്ട് പോലും ഈ KSUക്കാരുടെ PR ഫോട്ടോക്കാർ അവിടെ എത്തിയത് എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം വേണ്ടേ? ആ ക്യാമറകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ആരാണ്? അവനെ കൂടി ഈ കേസിൽ പ്രതിയാക്കേണ്ടതല്ലേ? ഒരു മാധ്യമപ്രവർത്തകന്റെ ലേബലിൽ ആരൊക്കെയോ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഇമാതിരിയുള്ള PR വിടുപണി ചെയ്യാനായിട്ട് ഒപ്പമുണ്ട്. അതുകൊണ്ടാണ് പ്രതിഷേധക്കാർക്കൊപ്പം വന്ന ക്യാമറ ഇങ്ങനെ മന്ത്രിക്ക് പിന്നാലെ നടന്ന് സഞ്ചരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്ലാൻഡ് ആയിരുന്നു. ഇത് മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. അറ്റാക്ക് ചെയ്യപ്പെടുമെന്നുള്ളതിൻ്റെ ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം അവിടെ എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് അതിന് സാക്ഷി. ആ നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തി KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും പല ഇപ്പോഴത്തെ ക്യാമറ ഷൂട്ടുകൾ നടക്കുന്നത് ഇതുപോലെ PR ക്യാമറകൾ ഓണാക്കി വെച്ചതിന് ശേഷമാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ആരാണ് അങ്ങനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് അയാളെ കൂടി ഈ തെമ്മാടിത്തരം കാണിച്ചതിന് പ്രതി ചേർക്കേണ്ടതാണെന്ന് മാത്രമാണ് പറയാനുള്ളത്.